بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും കാരുണ്യവാനായ പടച്ചവൻ അവൻ്റെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതാന്ത്യം വരെ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഷ്ഠിച്ച നോമ്പുകളും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ സക്കാത്തുകളും സ്വതക്കകളും സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. അതിനെല്ലാം അർഹമായ പ്രതിഫലം റബ്ബ് നമുക്ക് ഇരുലോകത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 മാസങ്ങളേക്കാൾ പുണ്യമായ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ലഭിച്ച സൗഭാഗ്യത്തിൽ അല്ലാഹു എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാവരും ഒതുകൊണ്ടെന്ന് ഉറപ്പിക്കുക. എത്തിക്കാഫിന് നിയ്യത്ത് ചെയ്യാത്തവർ എത്തിക്കാഫിന് നിയ്യത്ത് ചെയ്ത് വളരെ അച്ചടക്കത്തോടുകൂടി പള്ളിയുടെ എല്ലാവിധ ആദാബുകളും പാലിച്ചുകൊണ്ട് തന്നെ അടിയിലിരിക്കുന്നവരും മുകളിൽ കഴിഞ്ഞു കൂടുന്ന കുട്ടികളും ആയിഷ മസ്ജിദിലിരിക്കുന്ന സ്ത്രീകളും ഉൾപ്പെടെ എല്ലാവരും ഇരിക്കുക. നമ്മുടെ ഈ ചിത്രത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ ഒരു ലക്ഷ്യത്തിലാണ് ഈ പാതിരാത്രി സമയത്ത് നമ്മളിവിടെ ഒരുമിച്ചുകൂടിയിട്ടുള്ളത്. ആ ലക്ഷ്യം ലൈലത്തുൽ ഖദർ ലഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ ലൈലത്തുൽ ഖദർ നമുക്കിന്ന് ലഭിക്കുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. എന്നാലും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഈ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് 2 രീതിയിലുള്ള പ്രത്യേകതകളുണ്ട്. ഒന്ന്, 27-ാം രാവാണ്. പരിശുദ്ധമായ ഹറമുകളിൽ ഉൾപ്പെടെ ലോകത്തെമ്പാടും 27-ാം രാവ് പ്രത്യേകമായ പ്രാർത്ഥനകളും പ്രത്യേകമായ നസീഹത്തുകളൊക്കെ നടക്കാറുണ്ട്. വിശുദ്ധമായ ഹറമിൽ ലക്ഷക്കണക്കായ സത്യവിശ്വാസിനികൾ ഒരുമിച്ച് കൂടാറുണ്ട്. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ ആയില്ലെങ്കിൽ പോലും നമ്മുടെ വിരുദ്ധവും നമ്മുടെ ഈ ഇബാദത്തുകളൊന്നും ഒരിക്കലും വെറുതെയാവില്ല. ഇനി ലൈലത്തുൽ ഖദർ ആയിക്കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദറിനോടൊപ്പം തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവുകയാണ്. വെള്ളിയാഴ്ച എന്നുള്ളത് സയ്യിദുൽ അയ്യാം, ആഴ്ചയിലെ ദിവസങ്ങളുടെ നേതാവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളി. ആദം നബിയെ സൃഷ്ടിച്ചതും വെള്ളിയാഴ്ചയാണ്, ലോകാന്ത്യം ഉണ്ടാകുന്നതും വെള്ളിയാഴ്ചയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും അധികം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവല്ല. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഇജാബത്ത് കിട്ടാൻ അവസരമുള്ള ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച രാവ്. അപ്പൊ ലൈലത്തുൽ ഖദർ കൂടി ആയി കഴിഞ്ഞാൽ നമുക്കിന്ന് സത്യത്തിൽ ഇരട്ടി മധുരമാണ്. അതുകൊണ്ട് വലിയ ആഗ്രഹത്തിലും വലിയ പ്രാർത്ഥനയിലും ആത്മവിശ്വാസത്തിലുമൊക്കെ നമ്മൾ കഴിഞ്ഞുകൂടുക,
അള്ളാഹു നമ്മുടെ ഈ ശുഭപ്രതീക്ഷ അള്ളാഹു അർത്ഥവത്താക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്താണ് ലൈലത്തുൽ ഖദർ, എന്താണ് അതിന്റെ മഹത്വം എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റവാക്കിൽ നമുക്ക് എല്ലാവർക്കും പറയാനുണ്ട് 1000 മാസങ്ങളേക്കാൾ പുണ്യമാണ് എന്നുള്ളത്. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രിയിലാണ് ഞാൻ ഈ ഗ്രന്ഥം ഇറക്കിയത് എന്നാണ്. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ നമുക്ക് ഇറക്കി തന്നു എന്നുള്ളതാണ്. ഈ ഖുർആനാണ് നമ്മളെ വഴി നടത്തിയത്. ഇതില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ അന്ധകാരത്തിൽ നടക്കുമായിരുന്നു. ലോകത്തിന് വെളിച്ചമായി, മാനവർക്ക് മാർഗദർശനമായി അള്ളാഹു ഈ വിശുദ്ധ ഗ്രന്ഥം മാനവരാശിക്ക് വേണ്ടി ഇറക്കി തന്ന ദിവസമാണ് ഖദറിന്റെ രാത്രി. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക്, പരിശുദ്ധമായ കഅബ ശരീഫിന്റെ മുകളിൽ 7 ആകാശത്തും ഓരോ പള്ളികളുണ്ട്. ഒന്ന് ബൈത്തുൽ ഇസ്സയാണ്, ബൈത്തുൽ മഅമൂറാണ്. ഇങ്ങനെ ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറിന്റെ രാത്രിയിൽ വിശുദ്ധ ഖുർആനിനെ ഒന്നായിട്ട് അവതരിപ്പിച്ചു. അവിടെ നിന്ന് ഹിറാ ഗുഹയിലേക്ക് നബി തിരുമേനിക്ക് ജബലുന്നൂറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സമയത്ത് ആദ്യമായി 5 ആയത്തുകൾ ഇറക്കി കൊടുത്തു. ഈ 2 അവതരണങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെതായി നടന്നത് ലൈലത്തുൽ ഖദറിലാണ്. പിന്നീട് 23 വർഷക്കാലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ഖുർആനിനെ ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തു. അപ്പൊ ഖുർആൻ അവതരിച്ചു എന്നുള്ളതാണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത. അത് തന്നെയാണ് റമദാനിന്റെ പ്രത്യേകത. ഖുർആൻ ഇല്ലെങ്കിൽ റമദാനില്ല. അതോടൊപ്പം മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആൻ മാത്രമല്ല ലൈലത്തുൽ ഖദറിൽ അല്ലാഹു അവതരിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അല്ലാഹു തആല അവതരിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ലൈലത്തുൽ ഖദറിലാണ്. ആദ്യം അല്ലാഹു കൊടുത്തത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത ഏടുകളാണ്. സുഹുഫി ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിമിന്റെ ഏടുകൾ എന്ന് ഖുർആൻ പറയുന്നു. ഇബ്രാഹിം നബിയുടെ ഏടാണ് അല്ലാഹു ആദ്യമായി ഇറക്കി കൊടുത്തത്. അത് വിശുദ്ധ റമദാനിന്റെ 1-ാമത്തെ ദിവസമാണ്. 1-ാം ദിവസം അല്ലാഹു ഇബ്രാഹിം നബിയുടെ ഏടുകളെ ഇറക്കി. അത് കഴിഞ്ഞ് 700 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മൂസാ നബിക്ക് അല്ലാഹു തആല തൗറാത്ത് ഇറക്കി കൊടുക്കുന്നത്. അത് റമദാൻ 6-നാണ്. റമദാൻ 1-ന് ഇബ്രാഹിം നബിയുടെ ഏടുകളെ ഇറക്കി. പിന്നീട് 700 കൊല്ലം കഴിഞ്ഞ റമദാൻ 6-ന് മൂസാ നബിക്ക് അല്ലാഹു തആല തൂരി സീനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് വിളിച്ചു വരുത്തി അല്ലാഹു തൗറാത്ത് കൈമാറുന്നു. അത് കഴിഞ്ഞ് 500 കൊല്ലം കഴിഞ്ഞപ്പോൾ റമദാൻ 12-ന് അല്ലാഹു സബൂർ എന്ന ഗ്രന്ഥം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് കൊടുക്കുന്നു. അത് റമദാനിന്റെ 12-നാണ്. പിന്നീട് 1100 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ഇഞ്ചീൽ എന്ന ഗ്രന്ഥം റമദാൻ 18-ന് ഇറക്കി കൊടുത്തു. അതും കഴിഞ്ഞ് 620 കൊല്ലം കഴിഞ്ഞപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ ഈ റമദാനിന്റെ 27-ാം രാവിൽ അല്ലെങ്കിൽ 25-ാം രാവിൽ ഇറക്കി കൊടുത്തു. അപ്പൊ ഈ ഗ്രന്ഥങ്ങളെല്ലാം അല്ലാഹു തആല ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് റമദാനിന്റെ ഓരോ ദിവസങ്ങളാണ് എന്നുള്ളതാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി എന്താണ് ഈ ലൈലത്തുൽ ഖദർ എന്ന വാക്ക്, എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് ഇന്ന് നടക്കുന്നത്? ഇന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ വിഷയത്തിൽ അല്ലാഹു തആല 3 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ ആയുസ്, മറ്റൊന്ന് നമ്മുടെ റിസ്ക്, മറ്റൊന്ന് നമ്മുടെ അജല്, മരണം. ഈ കാര്യങ്ങളിൽ അല്ലാഹു അവന്റെ തീരുമാനം മലക്കുകളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്.
ഇത് വളരെ പ്രധാനമാണ്. അടുത്ത വർഷം ഇതേപോലെ 27-ാം രാവിലെ നാം ഉണ്ടോ ഇല്ലയോ? അടുത്ത വർഷം വരെ നമ്മുടെ റിസ്ക് എത്രയാണ്? ഇത് അടുത്തൊരു വർഷം വരെയുള്ള നമ്മുടെ അജല് നമ്മൾ പൂർത്തീകരിക്കുമോ ഇല്ലയോ? ഈ കാര്യങ്ങൾ അള്ളാഹു നേരത്തെ തീരുമാനിച്ചതാണ്. അള്ളാഹുവിന്റെ തീരുമാനങ്ങളുടെ അസ്ലിയാണ്, പണ്ട് പടച്ചോ തീരുമാനിച്ചതാണ്. പക്ഷെ ഈ തീരുമാനം അള്ളാഹു ഉത്തരവാദിത്തപ്പെട്ട മലക്കുകളിലേക്ക് ഈ രാത്രിയിൽ അള്ളാഹു കൈമാറുകയാണ്. ഇപ്പൊ മലക്കുകൾക്ക് അറിയില്ല. കൊടുക്കപ്പെടുന്നത് 4 മലക്കുകൾക്കാണ്: ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ. ഈ 4 മലക്കുകളാണ് മുദബ്ബിറാത്തുൽ ഉമൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് ജിബ്രീലാണ്. ഭക്ഷ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മീകായിലാണ്. മനുഷ്യന്റെ ജീവിതം, മരണം, ആയുഷുമായി ബന്ധപ്പെട്ട വകുപ്പ് അസ്റായീലാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഇസ്രാഫീലിനാണ് ഏൽപ്പിക്കുക. അടുത്തൊരു വർഷത്തിനുള്ളിൽ ഭൂമി ലോകത്ത് നടക്കേണ്ട മാറ്റങ്ങൾ, എവിടെയൊക്കെ ഭൂമി കുലുങ്ങണം, എവിടെയൊക്കെ ഉരുള് പൊട്ടണം, ഇത്തരം വകുപ്പ് എവിടെയൊക്കെ പ്രദേശങ്ങളും സമയങ്ങളും അല്ലാഹു തആല നിശ്ചയിച്ച് മീകായിലിനെ ഏൽപ്പിക്കുകയാണ്. ഇനി ഒരു വർഷത്തിനുള്ളിൽ അത് മീകായിൽ നിർവഹിക്കും. ആരെയൊക്കെ മരിപ്പിക്കണം ലിസ്റ്റ് അല്ലാഹു അസ്റായീലിനെ കൈമാറുകയാണ്. ആ ലിസ്റ്റിൽ ഞാനോ നിങ്ങളോ ഉണ്ടോ ഇല്ലയോ? അതുണ്ടെങ്കിൽ വെട്ടിമാറ്റാൻ നമുക്ക് കഴിയുമോ? അതല്പം നീട്ടി എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാൻ കഴിയുമോ? കഴിയും. അതിന് നമ്മുടെ ദുആ ഉപയോഗപ്പെടും. അതിന് നമ്മുടെ സദക്ക പ്രയോജനപ്പെടും. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ 2 രീതിയിലാണ്: മുഅല്ലഖ്, മുബറം. മുബറമായ തീരുമാനം അല്ലാഹു തആല ഒരിക്കലും മാറ്റൂല. അത് തീരുമാനിച്ച തീരുമാനം തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ വേറൊരു തീരുമാനമുണ്ട്. അതിന്റെ പേര് മുഅല്ലഖ് എന്നാണ്. അഥവാ ഏതെങ്കിലും ഒരു കാര്യത്തോട് ബന്ധപ്പെടുത്തി പടച്ചോൻ തീരുമാനിച്ച കാര്യത്തിനാണ് മുഅല്ലഖ് എന്ന് പറയുക. അപ്പൊ സദക്ക ചെയ്താൽ അല്ലാഹു ആയുസ്സിനെ നീട്ടും. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക അപകടങ്ങളെ തട്ടിക്കളയും. കുടുംബബന്ധം ചേർത്താൽ റിസ്ക് വിശാലമാകും എന്നൊക്കെ പറഞ്ഞതിനർത്ഥം അതെല്ലാം അള്ളാഹുവിന്റെ മുഅല്ലഖായ തീരുമാനങ്ങളിൽ പെട്ടതാണ്. നമ്മളത് ചെയ്താൽ അള്ളാഹുവിന്റെ തീരുമാനം മാറ്റും. നമ്മുടെ ആയുസ് അള്ളാഹു കൂട്ടും, റിസ്ക് അള്ളാഹു വർദ്ധിപ്പിക്കും. അപ്പൊ നമ്മുടെ ഈ രാത്രിയിലെ ജോലി എന്താണ്? നമ്മൾ പടച്ചവനോട് ചോദിക്കുക, ചോദിച്ചു വാങ്ങുക, ആയുസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറയുക, റിസ്ക് കുറച്ചുകൂടി വിശാലമാക്കണം എന്ന് പറയുക, അപകടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറയുക. നീ വിധിക്കാത്ത എന്തെങ്കിലും ഹൈറുകൾ നീ തടഞ്ഞു വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയരുത്, ഞങ്ങൾക്ക് കിട്ടണമെന്ന് പടച്ചവനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കലാണ് നമ്മുടെ ഇന്നത്തെ ജോലി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ആയുസ് വേണ്ടാത്തവരുണ്ടോ? റിസ്ക് വേണ്ടാത്തവരുണ്ടോ? അപകടങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഇന്നത്തെ രാത്രി, ഇന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ ഈ രാത്രി ഇത്തരം കാര്യങ്ങൾ പടച്ചതമ്പുരാനിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളത്. ഇനി എന്നാണ് ഈ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ എന്നാണെന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിത ലോകത്ത് 40 ചില്ലാനും അഭിപ്രായമുണ്ട്. 40-ലധികം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. 4 കാര്യങ്ങളിൽ എല്ലാവരും ഏകദേശം യോജിപ്പാണ്. ഒന്ന്, ഖിയാമത്ത് നാൾ വരെ ലൈലത്തുൽ ഖദർ ഉണ്ടാകും. എല്ലാ വർഷവും ഒരു ദിവസം ലൈലത്തുൽ ഖദർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്തിൽ ഏകദേശം യോജിപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് എല്ലാ വർഷവും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ വർഷവും ലൈലത്തുൽ ഖദർ ഉണ്ടാകുമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അത് റമദാനിലാണ് എന്നുള്ളതാണ്. നാലാമത്തേത്, റമദാനിലെ ഒറ്റയായ രാവുകളിലാണ് എന്നുള്ളതാണ്. ഈ 4 വിഷയത്തിൽ അഭിപ്രായം ഏകദേശം യോജിപ്പുള്ളപ്പോൾ തന്നെ ഈ അവസാന 10-ലെ ഏത് ദിവസത്തിലാണെന്ന വിഷയത്തിൽ വളരെ കൃത്യമായ അഭിപ്രായ വ്യത്യാസം പണ്ഡിത ലോകത്തിന്റെ ഇടയിലുണ്ട്. ഇമാമുന ഷാഫി റഹിമഹുല്ലാഹ് നമ്മുടെയൊക്കെ മദ്ഹബിന്റെ ഇമാമാണ്. 7 വയസ്സിൽ ഖുർആൻ ഗവേഷണാത്മകമായി ഹാഫിളാക്കിയ ആളാണ്. ചുമ്മാ ഓതാൻ പഠിക്കല്ല, ഇത് വെറുതെ കാണാതെ പഠിക്കല്ല. ഗവേഷണാത്മകമായിട്ട് ഖുർആൻ കാണാതെ പഠിച്ച ആളാണ് 7-ാം വയസ്സിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. 10 വയസ്സായപ്പോൾ 10 ലക്ഷം ഹദീസുകൾ സനദ് സഹിതം മനഃപ്പാഠമാക്കി. 15 വയസ്സായപ്പോൾ
ഫത്വ കൊടുക്കാൻ തുടങ്ങി, മുഫ്തിയായി മാറി. നമ്മുടെ ഇടയിൽ ഒരു 15 വയസ്സുള്ള കുട്ടിയെ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക്. 15 വയസ്സായപ്പോൾ ഖുർആൻ ഗവേഷണാത്മകമായി പഠിച്ച് മനഃപ്പാഠമാക്കി 10 ലക്ഷം ഹദീസുകൾ തലയിലാക്കി 15 വയസ്സിൽ ഫത്വ കൊടുക്കാൻ തുടങ്ങി. വിശുദ്ധ റമദാനിൽ ഓരോ ദിവസവും 2 ഖത്മ് ഓതും. റമദാനിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് 60 ഖത്മ് തീർക്കും. അവർക്ക് ഖുർആനൊന്നും വേണ്ട, അവരുടെ തലയിലുണ്ട് ഖുർആൻ, അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. ഈ മഹാൻ പറഞ്ഞത് ലൈലത്തുൽ ഖദ്ർ 21-ാം രാവിനാണ്. മറ്റൊരു അഭിപ്രായം കൂടി പറഞ്ഞു 23-ാം രാവിനാണ്. ഈ 2 അഭിപ്രായങ്ങളെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആലയ്ക്ക് ഉള്ളൂ. 27-ാം രാവിനാണെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിക്ക് അഭിപ്രായമില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, പണ്ഡിത ലോകത്തിൽ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഇമാം ഷാഫിയുള്ള അഗ്രഗണ്യരായ പണ്ഡിതന്മാർ പോലും ഈ 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നില്ല. എന്നിരുന്നാൽ പോലും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും 27-ാം രാവിനാണ് എന്നൊരു അഭിപ്രായത്തിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെയൊക്കെ ഒരു ആശ്വാസം. സഹാബാക്കളിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ, ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 2 അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, 3 ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഈ 3 പ്രമുഖരായ സഹാബികളും പറഞ്ഞത് അവരുടെ അഭിപ്രായം 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളതാണ്. ഈ 3 പേർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിശുദ്ധ ഖുർആൻ അവതരിച്ച ഒരു സഹാബിയാണ്. 20ഓളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ അവതരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യത്തിനനുസരിച്ചാണ്. അതിലൊന്നാണ് തവാഫ് കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന രീതിയുണ്ട്. ഹജ്ജിന് ഉംറയ്ക്ക് പോയി തവാഫ് കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി സുന്നത്ത് നിസ്കരിക്കണം. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞ, നബിയെ, ഈ തവാഫ് കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്നൊരു അഭിപ്രായം പറഞ്ഞു. ഉടനെ ആയത്തിറങ്ങി, മുത്തഹിദു ബി മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം മഖാമിനെ നിങ്ങൾ മുസല്ലയാക്കി നിസ്കരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറയുന്നു, അല്ലാഹു ആ ഇഷ്ടത്തിനനുസരിച്ച് ഖുർആനിൽ ആയത്തിറക്കുന്നു. അദ്ദേഹത്തിന്റെ ഇഷ്ടമാണത്. അതേപോലെ മദ്യത്തിന്റെ വിഷയത്തിൽ മദ്യപാനം ഇസ്ലാം ഒറ്റഘട്ടമായി നിരോധിച്ചില്ല. ആദ്യം പറഞ്ഞത് യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്. മദ്യപാനം വ്യാപകമായിരുന്ന അറബ് സമൂഹത്തോട് ഖുർആൻ ആദ്യം പറഞ്ഞത് മദ്യപിക്കരുതെന്നല്ല. നബിയെ, അവര് വന്ന് താങ്കളോട് മദ്യത്തെ കുറിച്ച് ചോദിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഫീഹിമാ ഇസ്മുൻ കബീർ, മദ്യത്തിൽ വല്ലാത്ത പ്രയാസങ്ങളുണ്ട്, കുറ്റകരമാണത്. ഓ മനാഫിയു, ചെറിയ പ്രയോജനമൊക്കെ ഉണ്ട്. ഒരു ബഗ് അടിച്ചാൽ അതിനോട് ഉഷാറൊക്കെ കിട്ടും, അതൊക്കെ ശരിയാണ്. കുടിക്കണ്ടെന്നും പറഞ്ഞില്ല, കുടിക്കാന്നും പറഞ്ഞില്ല, ഇത്രയും പറഞ്ഞോളൂ ഖുർആൻ. അപ്പോഴും സഹാബാക്കളിൽ പലരും കുടി നിർത്തിയില്ല, അവർ കുടി തുടർന്നു. പിന്നെയാണ് 2ാം ഘട്ടം ആയത്ത് അവതരിക്കുന്നത്, വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ, മദ്യപിച്ചിട്ട് പള്ളിയിലേക്ക് വരരുത്, അല്ലാത്തപ്പോ കുടിച്ചോ. അപ്പൊ ആദ്യം നിരോധിച്ചില്ല, 2ാം ഘട്ടം നിരോധിക്കുന്നത് നിസ്കരിക്കാൻ വരുമ്പോ കുടിക്കലും അത്രയും നിരോധിച്ചു. അപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഗുലായും കാഫിറിനെയൊക്കെ ഓതിയിട്ട് മദ്യപിച്ച് ഇമാമത്ത് നിന്നിട്ട് കാഫിറിനെ ഓതിട്ട് തീർന്നില്ല എന്നാണ്. കാഫിറിന് എങ്ങനെ തീരാതെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞത്, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവര് കുടി നിർത്തൂല. കുടി നിർത്തണമെങ്കിൽ കമ്പൽസറി ആയിട്ട് കുടി നിരോധിക്കണം, അങ്ങനെ ഒരു ആയത്ത് വേണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി ഓതിക്കെടുക്കുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബുഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു ശൈത്വാനു ലിയുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി ഫഹൽ അൻതും മുന്തഹൂൻ എന്നുള്ള ആയത്ത് അവതരിക്കുന്നു. മദ്യം പൂർണ്ണമായി നിരോധിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടമാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു പ്രതീക്ഷ വയ്ക്കാം. 2ാമത് അഭിപ്രായപ്പെട്ടയാൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാരുടെ ചെയർമാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്.
അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന അച്ചട്ടായി, അക്ഷരാർത്ഥത്തിൽ ഫലിച്ചു. ഖുർആൻ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരുടെ നേതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത്. അദ്ദേഹത്തിന് സൂറത്തുൽ ഖദർ അറിയാലോ. അദ്ദേഹം പറയുന്നുണ്ട് 27 രാവിലാണ് ലൈലത്തുൽ ഖദർ. മൂന്നാമത് അഭിപ്രായപ്പെട്ട ആൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഉബയ്യ് ഇബ്നു കഅബ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ വിശുദ്ധ റമദാൻ മാസത്തിൽ അദ്ദേഹം കാണുന്ന രംഗം, തറാവീഹ് നമസ്കാരം നടക്കുന്നുണ്ട്, പക്ഷെ പല ജമാഅത്തുകളാണ്. അവിടെ ഒരു 4 പേര്, ഇവിടെ ഒരു 3 പേര്, ഇവിടെ 2 പേര്, അവിടെ 2 പേര് ഒറ്റയ്ക്ക്. ഒരേ പള്ളിയിൽ ഒരേ സമയത്ത് തറാവീഹ് നമസ്കാരം പല ജമാഅത്തുകളായി നടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹമാണ് ഉബയ്യ് ഇബ്നു കഅബ് എന്ന ഇമാമിനെ നിശ്ചയിച്ചുകൊണ്ട് ഒറ്റ തറാവീഹ് എന്ന നയത്തിലേക്ക് മാറിയത്. റസൂലിന്റെ കാലം മുതൽ ഉമറിന്റെ കാലം വരെ ഒറ്റ തറാവീഹ് അല്ല, തറാവീഹ് പല ജമാഅത്തുകളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നമസ്കാരം ഈ ഇമാമിന്റെ പിന്നെ ഒരു ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കണമെന്ന നിയമം കൊണ്ടുവന്നയാള് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം നിർത്തിയ ഇമാമാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല. അദ്ദേഹമാണ് പറഞ്ഞത് 27 രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ഈ പ്രമുഖരായ 3 സ്വഹാബാക്കളും അഭിപ്രായപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. തന്നെയല്ല, അലൈഹിൽ അമലു ഫിൽ അയ്സാരി വൽ അംസാരി. ഇന്ന് വരെ സഹാബത്തിന്റെ കാലം മുതൽ ഇന്നേ വരെ ലോകത്തുള്ള എല്ലാ പ്രദേശത്തും എല്ലാ കാലഘട്ടങ്ങളിലും 27 രാവിനെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങൾ ഇതിനെ ആചരിക്കുന്ന ഒരു രീതി നിലവിലുണ്ടായിരുന്നു എന്നും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു 27 രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് അദ്ദേഹം പറയാൻ അദ്ദേഹം കണ്ടെത്തിയ 3 ന്യായങ്ങളുണ്ട്. 3 ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നുള്ള സൂറത്ത് 30 കലിമത്ത്, 30 വേടാണ്, 30 വാക്കുകളാണ്. ഇന്ന ഒരു വാക്കാണ്, അൻസൽന എന്നുള്ള വേറൊരു വാക്കാണ്. അങ്ങനെ എണ്ണി നോക്കിയാൽ 30 വാക്കുണ്ടാവും. ഹിയ എന്ന് പറയുന്ന വാക്ക്, ഹിയ എന്ന് പറയുന്ന വാക്ക്, ആ വാക്ക് 27ാമത്തേതാണ്. എണ്ണി നോക്കിയാൽ മനസ്സിലാവും. സലാമുൻ ഹിയ, ഹിയ. അപ്പൊ അത് ഹിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സലാമുൻ ഹിയ, ആ രാത്രി രക്ഷയാണ്. ആ രാത്രി എന്ന് പ്രയോഗിക്കാനാണ് ഹിയ അല്ലാഹു ഉപയോഗിച്ചത്. ഈ ഹിയ 27ാമത്തെ വാക്കാണ്. അതാണ് അദ്ദേഹം കണ്ടൊരു ന്യായം. അതുകൊണ്ട് പടച്ചോന്റെ ഖുർആനിൽ പറയുന്ന എണ്ണങ്ങളൊന്നും വെറുതെ അല്ലല്ലോ. ഖുർആനിന്റെ സംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് അത് തന്നെ പഠിക്കാനുണ്ട്. ഖുർആനിന്റെ ഗണിതശാസ്ത്രം, ഖുർആനിൽ ഒരുപാട് ഗണിത കണക്കുകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന 27 ഈ രീതിയിലാകാമെന്ന്. മറ്റൊരു അഭിപ്രായം പറയുന്നത് ഈ സൂറത്തുൽ ഖദർ തന്നെ സത്യത്തിൽ ഒരു PhDക്ക് തീസിസ് ആക്കാവുന്ന ഒരു വിഷയമാണ് സൂറത്തുൽ ഖദർ. അതിനെക്കുറിച്ച് പഠിച്ച് അത് ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ പോലും ഉണ്ടെന്നാണ്. സൂറത്തുൽ ഖദർ ഒരു അത്ഭുത സൂറത്താണ്. 114 സൂറത്താണ് ഖുർആനിലുള്ളത്. സൂറത്തുൽ ഖദറിൽ 114 അക്ഷരങ്ങളുണ്ട്. ഖുർആനിലെ സൂറത്തുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള അക്ഷരമാണ് സൂറത്തുൽ ഖദറിലുള്ളത്. അതൊരു അത്ഭുതമാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ തന്നെയല്ല, ഒരു വിഷയത്തെ കുറിച്ച് ഒരു സൂറത്ത് ഒന്നടങ്കം അവതരിച്ചത് ഇതിൽ മാത്രമേ ഉള്ളൂ. സൂറത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദർ അല്ലാത്തൊരു വിഷയവും പറയുന്നില്ല. മറ്റു സൂറത്തുകൾ അങ്ങനെയല്ല. ഒരു ചെറിയ സൂറത്താണെങ്കിൽ പോലും അതിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ പറയും. ഈ സൂറത്തിൽ ലൈലത്തുൽ ഖദർ അല്ലാതെ മറ്റൊന്നും പരാമർശിക്കുന്നില്ല. അത് ഈ ഖദർ സൂറത്തിന്റെ പ്രത്യേകമായ ഒരു കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അഹബ്ബുൽ അഅദാദി ഇലല്ലാഹി അൽ വിത്ർ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണം ഒറ്റയാണ്. ഒറ്റ പടച്ചോന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ സംഭാവന കൊടുക്കുന്നത് 101 രൂപ, 1001 രൂപ. 1,00,001 രൂപ എന്ന് പറഞ്ഞാൽ എന്തിനാ? 1 രൂപയ്ക്ക് വലിയ വിലയൊന്നുമില്ല. പക്ഷെ ഒറ്റ പടച്ചോന് ഇഷ്ടമാണ്. ഒറ്റ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ് ഒറ്റയാണ്, അള്ളാഹ്ക്ക് ഒറ്റ ഇഷ്ടമാണ്. ഒറ്റകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 7ആണ്. ഒറ്റയായ എണ്ണങ്ങളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 7ആണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ആകാശങ്ങളെ പടച്ചത് 7, ഭൂമികൾ 7, ഭൂഖണ്ഡങ്ങൾ 7, ആഴ്ചയിലെ ദിവസങ്ങൾ 7, ഇങ്ങനെ തവാഫ് 7 തവാഫ്.
7 പടച്ചോന് ഇഷ്ടപ്പെട്ടൊരു എണ്ണമാണ്. അതുകൊണ്ട് അല്ലാഹു ഭൂമിയിലും ആകാശത്തും 7മായി ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങളെ പടച്ചതമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മൂന്നാമത്തെ 10 ഒരു 7 ഉള്ളൂ. ആ 7 ഏതാണ്? 27. അതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ന്യായം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന വാക്ക് 9 അക്ഷരമുണ്ട്. എണ്ണിയൊക്കെ അറിയില്ല. ഈ ലൈലത്തുൽ ഖദറിന് എണ്ണിയൊക്കെ 9 അക്ഷരം ഉണ്ടാവും. ഈ സൂറത്തിൽ 3 പ്രാവശ്യം ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ശഹർ. 3 പ്രാവശ്യമാണ് ഈ സൂറത്തിൽ പറയുന്നത്. അപ്പോൾ 3 9 27. ഈ 3 ന്യായങ്ങൾ നിരത്തിയിട്ടാണ് അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് 27 രാവിനാണ് ലൈലത്തുൽ ഖദർ എന്ന് അദ്ദേഹം പറഞ്ഞത്. അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന വലിയൊരു സൂഫി ഉണ്ടായിരുന്നു. ലോകം കണ്ട വലിയൊരു സൂഫിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ലൈലത്തുൽ ഖദർ അനുഭവിച്ചിട്ടുണ്ട്. എന്നും ഞാൻ ഇഅ്തികാഫ് ഇരിക്കലുണ്ട്, പക്ഷെ 2 പ്രാവശ്യം എനിക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ബോധ്യപ്പെടാനുള്ള വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 പ്രാവശ്യം ബോധ്യം. ആ 2 പ്രാവശ്യവും 27 രാവിനായിരുന്നു എനിക്ക് ലൈലത്തുൽ ഖദർ അനുഭവപ്പെട്ടത് എന്ന് അബൂ യസീദ് അൽ ബിസ്താമി റഹിമഹുല്ലാഹ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാസ് എന്ന് പറയുന്ന വലിയൊരു സൂഫി വര്യൻ, അദ്ദേഹത്തിന്റെ ഒരു അടിമ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, യജമാനനോട് പറഞ്ഞു, വർഷത്തിൽ ഒരു ദിവസം സമുദ്രജലം ശുദ്ധമായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്, സമുദ്രത്തിലെ ജലത്തിന് ഉപ്പുരസമില്ലാതെ എനിക്ക് തോന്നാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം അടിമയോട് പറഞ്ഞു, ആ ദിവസം എന്നാണെന്ന് നീ ഒന്ന് നോക്കി വെക്കുക എന്ന് പറഞ്ഞു. അടിമ അത് പരീക്ഷിച്ചിട്ട് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, അത് വിശുദ്ധ റമദാനിന്റെ 27 രാവിനാണ് എനിക്ക് അങ്ങനെ തോന്നിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സമുദ്രജലത്തിന് ശുദ്ധജലത്തെ പോലെ ടേസ്റ്റ് ഉണ്ടാകുക എന്നുള്ളത് ഖദറിന്റെ രാത്രിയുടെ ഒരു അടയാളമായിട്ട് ചില മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില സലഫു സാലിഹീങ്ങളായ മഹത്തുക്കൾ റമദാൻ എന്ന് തുടങ്ങുന്നു എന്ന് നോക്കിയിട്ട് ലൈലത്തുൽ ഖദറിനെ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. ഏത് ദിവസം തുടങ്ങി നോക്കുക. അതനുസരിച്ച് ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ആണ് റമദാൻ തുടങ്ങുന്നതെങ്കിൽ ആ വർഷത്തെ ലൈലത്തുൽ ഖദർ 27 രാവിനായിരിക്കും. ഈ വർഷം എന്നാ തുടങ്ങിയത്? ഞായറാഴ്ച. അപ്പോഴും നമ്മൾ രക്ഷപ്പെട്ടു, പഠിച്ച കബൂലാകട്ടെ. അപ്പൊ അങ്ങനെ പല ന്യായീകരണങ്ങളും ഇതിലുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയത്തിൽ ഇന്നത്തെ നമ്മുടെ ഇരുത്തം വെറുതെ ആകൂല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ലൈലത്തുൽ ഖദർ ആണെങ്കിൽ അന്ന് തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട്. ഒന്ന്, ശക്തമായ ചൂടോ ശക്തമായ തണുപ്പോ ഇല്ലാത്തൊരു രാത്രിയായിരിക്കും. ശാന്തമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. കാർമേഘം ഉണ്ടാവില്ല, വലിയ മഴ പെയ്യില്ല, എന്നാൽ ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചാറ്റൽ മഴ പെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിനെ കിട്ടിയ ഒരു ദിവസത്തെ അനുഭവം പറഞ്ഞത് സഹാബാക്കൾ പറഞ്ഞു, നബി സുജൂദ് ചെയ്ത് വരുമ്പോൾ നെറ്റിയിൽ ചെളിയും മണ്ണുണ്ടായിരുന്നു. അന്ന് മഴ പെയ്തിരുന്നു, ചാറ്റൽ മഴ പെയ്തിരുന്നു. ശക്തമായ മഴ പെയ്യില്ല, ശാന്തമായ രാത്രിയാണ്. പുറത്തിറങ്ങി നോക്കിയാൽ വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ സാഷ്ടാംഗം നമിക്കും പോലെ തോന്നിപ്പോകും. പ്രകൃതി മുഴുവനും പടച്ചോന്റെ മുന്നിൽ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കും പോലെ മുഅ്മിനായ മനുഷ്യന് തോന്നിപ്പോകും. അതാ രാത്രിയുടെ ഒരു പ്രത്യേകതയാണ്. നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ വലിയ കിരണങ്ങൾ സൂര്യനുണ്ടാവില്ല. ഉദയ സൂര്യനെ നമുക്ക് നോക്കാൻ കഴിയില്ല, കാരണം സൂര്യന് കിരണങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഖദറിന്റെ രാത്രി കഴിഞ്ഞ് നേരം വെളുത്ത് ഉദയ സൂര്യന് വലിയ കിരണങ്ങൾ ഉണ്ടാവില്ല. നഗ്നനേത്രങ്ങളെ കൊണ്ട് നോക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം മലക്കുകൾ പ്രകാശമാണ്, സൂര്യനും പ്രകാശമാണ്. മലക്കുകളുടെ പ്രകാശം സൂര്യന്റെ പ്രകാശത്തെ മറയ്ക്കുകയാണ്, രശ്മികളെ മറയ്ക്കുകയാണ്. ഈ രാത്രിയുടെ പുണ്യം പകലിനുണ്ട്. ഇന്ന് ഖദറിന്റെ രാത്രിയാണെങ്കിൽ നാളെ പകലിലും അതിന്റെ പുണ്യം ലഭിക്കുമെന്നും മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ചോദ്യം, എന്തിനാണ് പടച്ചോൻ ഇതിങ്ങനെ മറച്ചു വെച്ചത്? നമ്മളങ്ങനെ വട്ടം കറക്കാൻ വേണ്ടി പടച്ചോൻ മറച്ചു വെച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു തന്ന പോലെ. എന്നാണ് ഈ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു എന്നാൽ എല്ലാ ദിവസവും വന്നിങ്ങനെ എത്തിക്കാപ്പിൽ നെടുങ്ങാറാവേണ്ട കാര്യമില്ല. പക്ഷെ പടച്ചോൻ അത് പറഞ്ഞില്ല. അത് പറയാതിരിക്കാൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് മാത്രമല്ലല്ലോ പടച്ചോൻ പറയാതിരുന്നത്, എന്തെല്ലാം പറഞ്ഞിട്ടില്ല. പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നൊരു സമയമുണ്ട്. എപ്പോഴാന്ന് പറഞ്ഞില്ല. അത് എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മടിയന്മാരാ, ആ സമയം നോക്കി ഇങ്ങനെ കൈപോക്കാൻ നിൽക്കും. ഇപ്പൊ പറയാത്തത് കൊണ്ട് എന്ത് ചെയ്യും? എല്ലാ സമയം രാവിലെ ദുആ ചെയ്യും, ഖത്തീബ് മിമ്പറിന്റെ 2 ഖുതുബയുടെ ഇരിക്കും, അപ്പോഴും ദുആ ചെയ്യും, എപ്പോഴും ദുആ ചെയ്യും.
നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിരുന്നെങ്കിലോ മരിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തൗബ ചെയ്താൽ മതിയായിരുന്നു. അതുവരെ എങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കാമായിരുന്നു. അതും പടച്ചും പറഞ്ഞു തന്നില്ല. സലാത്തുൽ ഉസ്ത എന്നൊരു നിസ്കാരമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ്. അത് അസറാണോ സുബഹിയാണോ എന്നൊന്നും അറിയില്ല. ഒരു നിസ്കാരം സലാത്തുൽ ഉസ്തയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം. അതേതാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തരാത്ത പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതും പറഞ്ഞു തന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തി എന്ന് പറയുന്നത്, മലക്കുകൾ നമ്മളെ ശ്രദ്ധിക്കാൻ സമയത്ത് പടച്ചോനോട് പറഞ്ഞെന്താണെന്നറിയുമോ? റബ്ബേ, അവരെ പടക്കണ്ട, ഈ മനുഷ്യന്മാരെ ശ്രദ്ധിക്കണ്ട, അവർ പ്രശ്നക്കാരാണ്. അപ്പൊ മലക്കുകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. നിങ്ങളിവർ മോശക്കാരാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്കറിയാത്ത ചിലത് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് പടച്ചോൻ നമ്മളെ സൃഷ്ടിച്ചത്. ഈ ഖദറിന്റെ രാത്രിയിൽ എവിടെയോ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട നമ്മൾ ഇങ്ങനെ വന്നിരുന്ന് ഈ പണിയെടുക്കുന്ന കാണുമ്പോൾ ഉറക്കം വരാത്തോണ്ടല്ല, പോകാൻ തോന്നാത്തോണ്ടുമല്ല. എന്തായിരിക്കണത്? എങ്ങാനും ആണെങ്കിൽ അതിന്റെ പുണ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ പള്ളിയിൽ കോടിക്കണക്കായ മലക്കുകൾ ഉണ്ടാവും. ഏത് മലക്കുകൾ? നമ്മളെ പടക്കണ്ടെന്ന് പറഞ്ഞ മലക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവരോട് പടച്ചോൻ പറയും, നോക്കിക്കേ, ആ പുത്തമ്പള്ളിയിലേക്ക് നോക്കിക്കേ, മനുഷ്യന്മാരിയ്ക്കാനാണോ? നിങ്ങൾ ഇവരെ പടക്കണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഇന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് ഉറപ്പില്ല, എന്നിട്ടും അവർ വന്നിരുന്ന് എന്നോട് തേടുന്നുണ്ടല്ലോ, ആ ഖദറിനെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പടച്ച തമ്പുരാൻ അവന്റെ മലക്കുകളോട് അഭിമാനം പറയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായും ഈ ഖദറിന്റെ രാത്രിയെ മറച്ചു വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാല് അള്ളാഹ് മറച്ചില്ലായിരുന്നു എന്നെ മറുപടി. എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് റസൂലിനെ അള്ളാഹ് അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് എന്നോട് പറഞ്ഞു തന്നു. ജിബ്രീൽ എന്നോട് പറഞ്ഞതാണ്. ഞാനത് നിങ്ങളോട് പറയാൻ വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തലാഹാറജുലാനി, ഞാൻ കണ്ട കാഴ്ച, മദീന പള്ളിക്കകത്ത് കിടന്ന് 2 മനുഷ്യന്മാർ തർക്കിക്കുകയാണ്. അപ്പോൾ ഞാൻ മറന്നുപോയി. ആ 2 പേര് പ്രശ്നം ഉണ്ടാക്കാതിരുന്നെങ്കിലും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. റസൂൽ പറഞ്ഞത്, പള്ളിയിൽ കിടന്നൊരു വഴക്കുണ്ടാക്കുന്ന കണ്ടപ്പോൾ ആ വിവരം ഞാൻ മറന്നുപോയി. ലഅല്ല ഹാദാ ഖൈറുൽ ലക്കും, ഞാൻ മറന്നത് നിങ്ങൾക്ക് നന്മയായിരിക്കാം. മറന്നത് നന്മയായി. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇഅ്തികാഫിൽ എല്ലാ ദിവസവും പരിശ്രമിക്കുന്നു. അപ്പൊ ഏതായിരുന്നാലും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പള്ളിക്കകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതും പള്ളിയിൽ ദുന്യവിയായ സംസാരങ്ങൾ സംസാരിക്കുന്നതും ഒരു വ്യക്തിയുടെ നഷ്ടമല്ല, ഒരു സമൂഹത്തിന്റെ നഷ്ടമാണ്. മനസ്സിലാക്കണം. ഇപ്പൊ ഇഅ്തികാഫിരിക്കുകയാണല്ലോ, പള്ളിക്കകത്ത് വർത്താനം പറയാനാണ് പരിപാടിയെങ്കിൽ ഇതിനേക്കാൾ നല്ലത് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങലാണ്. കാരണം പള്ളിയിൽ സംസാരിച്ചാൽ ചെയ്ത അമല് നഷ്ടപ്പെട്ടു. പള്ളിക്കകത്ത് ദുന്യവിയായ കാര്യം സംസാരിച്ചാൽ 40 കൊല്ലത്തെ ഇബാദത്ത് പോലും നഷ്ടപ്പെടുമെന്ന് ചില മഹത്തുക്കൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹദീസിൽ കാണാം, 2 പേര് പള്ളിയിൽ ഇരുന്ന് വർത്താനം പറയുന്ന കണ്ടാൽ മലക്കുകൾ വന്നിട്ട് പറയും, ഉസ്കുത്തിയ വലിയല്ലാഹ്, പടച്ചോന് ഇഷ്ടപ്പെട്ട മനുഷ്യ മിണ്ടാതിരിക്കും, പള്ളിയല്ലേ മിണ്ടല്ലേ എന്ന് പറയും. പക്ഷെ നമ്മൾ കേൾക്കൂല. മലക്കു എന്ന് പറയുന്നുണ്ട്, ഉസ്കുത്തിയ വലിയല്ലാഹ്, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മനുഷ്യനെ മിണ്ടാതിരിക്കും, പള്ളിയല്ലേ എന്ന് പറയും. വീണ്ടും സംസാരം തുടർന്നാൽ ആ മലക്കുകൾ പറയും, ഉസ്കുത്തിയ ബഗീദല്ലാഹ്, അള്ളാഹുവിന് വെറുപ്പുള്ളവനെ മിണ്ടാതിരിക്കും, പറഞ്ഞില്ല, അള്ളാഹുവിന് നിന്നോട് വെറുപ്പാണ്, നീ മിണ്ടാതിരിക്കുന്നു. എന്നിട്ട് നമ്മൾ സംസാരം തുടർന്നാൽ ആ മലക്കുകൾ പറയും, ഉസ്കുത് അലൈക ലഅനത്തുല്ലാഹ്, ഉണ്ടാതിരിക്കണം, പടച്ചോന്റെ ശാപം നിനക്ക് ഉണ്ടാകട്ടെ എന്ന മലക്കുകൾ പറയുന്നു. അതുകൊണ്ട് ഇഅ്തികാഫ് പൂർണ്ണാർത്ഥത്തിലാകണമെങ്കിൽ പള്ളിക്കകത്ത് പള്ളിയുടെ ആദാബുകൾ പാലിക്കണം. ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കരുത്, മൊബൈൽ ഫോണിൽ അനാവശ്യമായ കാര്യങ്ങൾ കാണരുത്, അശ്രദ്ധ, ആ രീതിയിൽ വെളിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. നമ്മുടെ മുകളിലിരിക്കുന്ന കുട്ടികളെ കുറിച്ചൊക്കെ അങ്ങനെ പരാതികൾ വരുന്നുണ്ട്. മുകളിലിരിക്കുന്ന മക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങലായിരിക്കും ഇവിടെ ഇരുന്ന് അമല് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ഖൈർ. അതുകൊണ്ട് ആദാബുകൾ പാലിച്ച് പള്ളിക്കകത്ത് ഇരിക്കുക. എന്താണ് ഈ രാത്രി സംഭവിക്കാൻ പോകുന്നത്? അത്ഭുതങ്ങളുടെ രാത്രിയാണ്. അത്ഭുതങ്ങളാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി സംഭവിക്കാൻ പോകുന്നത്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞത്. മലക്കുകൾ ഇറങ്ങി വരും. എത്ര മലക്കുകൾ ഇറങ്ങി വന്നതെന്ന് സഹോദരങ്ങളെ ഹദീസിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ദുനിയാവ് കഴിഞ്ഞ് ആഖിറം തുടങ്ങുന്നതിന്റെ ഇടയിലുള്ള ഒരു പ്രദേശമുണ്ട്. ഏഴാനാകാശം കഴിഞ്ഞ് ദുനിയാവ് അങ്ങ് അവസാനിക്കുകയാണ്, പിന്നെ ആഖിറം തുടങ്ങുകയാണ്. ഇതിന്റെ ഇടയിലുള്ള ഒരു വൃക്ഷമാണ് സിദ്റത്തുൽ മുൻതഹ. ഈ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ
ചുവടിരിക്കുന്നത് അതിന്റെ അടിഭാഗം സ്വർഗത്തിലാണ്. അതിന്റെ ശിഖരങ്ങൾ ഇരിക്കുന്നത് കുർസിയിലാണ്. അള്ളാഹുവിന്റെ കുർസിയുടെ താഴെയാണ് ഇതിന്റെ ശിഖരങ്ങൾ എന്ന് പറയുന്നത്. വലിയൊരു വടവൃക്ഷമാണ് സിദ്റത്തുൽ മുന്തഹ. ഈ സിദ്റത്തുൽ മുന്തഹയുടെ താഴ്ഭാഗത്ത് മലക്കുകളുണ്ട്. ലാ യഅലമു അദദഹും ഇല്ലല്ലാഹ്. എത്ര മലക്കുകളുണ്ടെന്ന് അള്ളാഹ്ക്കല്ലാതെ ആർക്കും അറിയില്ല. അള്ളാഹുവിന്റെ മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് അള്ളാഹ്ക്കല്ലാതെ ആർക്കും അറിയില്ല. സിദ്റത്തുൽ മുന്തഹയിൽ ഇരിക്കുന്ന മലക്കുകളുടെ എണ്ണം എത്രയെന്ന് അള്ളാഹ്ക്കല്ലാതെ ആർക്കും അറിയില്ല. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങുന്ന മലക്കുകളുടെ എണ്ണം ഭൂമിയിലെ മണൽത്തരികൾക്ക് തുല്യം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മണൽത്തരി ഉണ്ട്! നമ്മുടെ മുറ്റത്തുള്ള മണൽത്തരി എണ്ണി നോക്കിയാൽ എത്ര ലക്ഷം മണൽത്തരി ഉണ്ടാവും. അപ്പൊ 7 ഭൂഖണ്ഡങ്ങളിലുള്ള മണൽത്തരി എന്ന് പറഞ്ഞാൽ എത്ര കോടാനുകോടി മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയാത്ത എത്ര കോടിക്കണക്കിന് മണൽത്തരി ഉണ്ട്. ഇതിനനുസരിച്ച് അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. മലക്കുകളുടെ രാത്രിയാണ് ഖദറിന്റെ രാത്രി. എന്നിട്ട് പറഞ്ഞു, ഈ സിദ്റത്തുൽ മുന്തഹയുടെ താഴ്ഭാഗത്തിരിക്കുന്ന മലക്കുകൾ അതിന്റെ നടുഭാഗത്ത് ജിബ്രീൽ ഇരിക്കുന്നുണ്ട്. ജിബ്രീൽ നടുഭാഗത്തിരിക്കുന്നു. ഈ മലക്കുകളെല്ലാം മുഅ്മിനീങ്ങളോട് വലിയ കരുണയുള്ള മലക്കുകൾ. അതാണ് അവരുടെ പ്രത്യേകത. എല്ലാ മലക്കുകൾക്കും മുഅ്മിനീങ്ങളോട് വലിയ കരുണയാണ്, വലിയ സ്നേഹമാണ്. ഈ മലക്കുകൾ ഇറങ്ങി വരും. ജിബ്രീലിന്റെ നേതൃത്വത്തിൽ 4 പതാകയുമായിട്ടാണ് വരിക. ഒരു സൈന്യം വരുമ്പോലെയാണ് മലക്കുകൾ വരിക. അതിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. 4 പതാകയുണ്ട്. അവരുടെ പ്രകാശത്താലുള്ള 4 പതാകകൾ. ഒന്നിന്റെ പേര് ലിവാഉൽ ഹംദ എന്നാണ്, ഒന്നിന്റെ പേര് ലിവാഉർ റഹ്മ എന്നാണ്, ഒന്നിന്റെ പേര് ലിവാഉൽ മഗ്ഫിറ എന്നാണ്, ഒന്നിന്റെ പേര് ലിവാഉൽ കറാമ എന്നാണ്. ഈ 4 പ്രകാശ നിർമ്മിതമായ 4 പതാകകളുമായി വരും. ലിവാഉൽ ഹംദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പതാക ആകാശഭൂമികളുടെ നടുക്ക് ഇങ്ങനെ നാട്ടും. ആകാശഭൂമികളുടെ നടുക്ക് ഈ പതാക നാട്ടും. രണ്ടാമത്തേത് ലിവാഉൽ മഗ്ഫിറത്താണ്, പാപമോചനത്തിന്റെ പതാക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മുകളിൽ ഈ പതാക നാട്ടും. മൂന്നാമത്തേത് ലിവാഉർ റഹ്മയാണ്, പരിശുദ്ധമായ കഅബ ശരീഫിൽ നാട്ടും. നാലാമത്തേത് ലിവാഉൽ കറാമയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ഖുബ്ബത്തുസ് സഹ്റ, റസൂലുള്ളാഹി ഇസ്രാ പോയ ഒരു പാറയുണ്ട്, അതിന്റെ പുറത്തു നാട്ടും. എന്നിട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് കൊടാനുകൊടി മലക്കുകൾ ഇങ്ങനെ പോകും. ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുണ്ട്. ശക്തിപ്രകാശത്തിന്റെ 600 ചിറകുകളുള്ള മലക്കാണ് ജിബ്രീൽ. ജിബ്രീൽ തന്റെ 2 ചിറകുകൾ വിടർത്തും. ഈ 2 ചിറകുകൾ ഭൂമിയെ മുഴുവനും വിശാലമാക്കുന്ന ചിറകുകളാണ്. ജിബ്രീൽ ചിറക് വിടർത്തി ഇങ്ങനെ നിൽക്കും. ഈ മലക്കുകൾ, ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടുന്ന മലക്കുകൾ ഓരോ മുഅ്മിനിന്റെ അടുക്കലും വരും. ജിബ്രീൽ തന്നെ വരും, സാധാരണ മലക്കുകളല്ല. ജിബ്രീൽ തന്നെ നമ്മുടെ അടുക്കൽ വരും. ഓരോ മുഅ്മിനിന്റെ അടുക്കലും വന്നിട്ട് പറയും അസ്സലാമു അലൈക്കും, സലാം പറയും. ജിബ്രീൽ നമ്മുടെ അടുക്കൽ ഒന്ന് സലാം പറയാമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ആരാ ജിബ്രീൽ? മുഖറബുൽ അംലാക്ക്, അല്ലാഹുവിനോട് ഏറ്റവും സമീപസ്ഥനായ ഇഷ്ടമുള്ള മലക്കാണ് ജിബ്രീൽ. ജിബ്രീൽ എന്റെ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് സലാം പറയും, അസ്സലാമു അലൈക്കും എന്ന് പറയും. ഈ അത്ഭുതം നടക്കുന്ന രാത്രിയാണ് ഈ ഖദറിന്റെ രാത്രി എന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇത് അറിയാൻ ചില അടയാളമാണ്. ജിബ്രീൽ ഒരാളോട് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ 3 അടയാളമുണ്ട്. ഒന്ന്, അവനൊരു രോമാഞ്ചം ഉണ്ടാകും. ജിബ്രീലിന്റെ സലാം കഴിയുമ്പോൾ നമുക്കൊരു തരം രോമാഞ്ചം അനുഭവപ്പെടും. 2, കണ്ണിന് കണ്ണുനീര് വരും. ജിബ്രീൽ ഒരു മനുഷ്യനോട് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. 3, അവന്റെ ഹൃദയത്തിനൊരു ലോലത അനുഭവപ്പെടും. ഹൃദയത്തിന്റെ കാഠിന്യമൊക്കെ പോയി ഹൃദയം മൃദുലമാകും. ഒരു കരുണയും ദയവും ഒക്കെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരും. ഇത് ജിബ്രീൽ എന്നോട് സലാം പറഞ്ഞിട്ടുള്ളതിന്റെ അടയാളമാണ്. ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. ജിബ്രീൽ സലാം പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരോടും ജിബ്രീൽ സലാം പറയുകയില്ല. കാനേഷുമാരി മുസ്ലിം ആയതോട് കാര്യമില്ല, അതും പറഞ്ഞേക്കാം. എന്നോട് സലാം പറഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജിബ്രീൽ സലാം പറയാത്ത 4 കൂട്ടരുണ്ട്. അള്ളാഹു ആ കൂട്ടരിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ. 1, മുദ്മിനു ഹംറ, മദ്യപാനിയായ മുസ്ലിമിനോട് ജിബ്രീൽ സലാം പറയില്ല. ഖാത്തിഉർ റഹ്മ, കുടുംബബന്ധം മുറിച്ച മുഅ്മിനിനോട് ജിബ്രീൽ സലാം പറയില്ല. ഷാഹിന, പരസ്പരം 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിക്കഴിയുന്ന മുസ്ലിങ്ങളോട് ജിബ്രീൽ സലാം പറയില്ല. ആത്ത്, ഉമ്മാനെയും പപ്പനെ ഇടങ്ങേറാക്കണ മുസ്ലിമുകളോട്, മക്കളോട് ജിബ്രീൽ സലാം പറയില്ല. ജിബ്രീലിന് പണി കുറവുണ്ട്. നമ്മുടെ മഹലിൽ വന്നാൽ ഒരാളോടൊന്നും പറയാൻ നടക്കില്ല. 4 കൂട്ടരെ ഒഴിവാക്കുമ്പോൾ തന്നെ പരമാവധി ആൾക്കാരെ ഒഴിവാക്കി കിട്ടും. പിന്നെ വളരെ കുറച്ച് പേരെടുത്ത് ജിബ്രീലിൽ പോണ്ടി വരും. ഇവർക്ക് ഡ്യൂട്ടി കുറവുണ്ടാവും. അതുകൊണ്ട് ഫോൺ കയ്യിലുണ്ടാവില്ല. 12 മണി ആകാൻ 5 മിനിറ്റ് 7 മിനിറ്റ് ഉണ്ട്. പിണങ്ങിയവരോട് ഇപ്പോൾ വിളിച്ചിട്ട് സലാം പറഞ്ഞാൽ മതി.
ഉമ്മാക്കെ ബാപ്പാക്കും ഒരു സലാം പറയാൻ വിളിച്ചിട്ട് പൊരുത്തക്കേട് നീ പൊരുത്തപ്പെടിപ്പിക്കും. അയൽവാസിയോട് പ്രശ്നത്തിലാണെങ്കിൽ വിളിച്ച് പറയും, ഞാൻ പള്ളിയിൽ ഇരിക്കുകയാണ്, ജിബിരിയിൽ വരില്ല എന്നാ പറയണത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ സലാം അടക്കിപ്പിക്കും, പ്രശ്നം ഇപ്പൊ തീരും. അപ്പൊ ഏതായിരുന്നാലും ജിബിരിലിന്റെ സാന്നിധ്യവും സാമീപ്യവും സലാമും ഇത്തരക്കാർക്ക് ലഭ്യമല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഈ മലക്കുകൾ ഭൂമി മുഴുവനും ചുറ്റി നടന്ന് എല്ലാവരോടും സലാം പറഞ്ഞതിന് ശേഷം വൈകുന്നേരമാകുമ്പോൾ ജിബിരിൽ പറയും, യാ മലായികത്തി അർറഹീൽ അർറഹീൽ, പോകാൻ സമയമായി എന്ന് പറയും. പോകാൻ സമയമായി, എല്ലാവരും വരും എന്ന് പറയും. ഇനി ഇറക്കിയ മലക്കുകളെയൊക്കെ ജിബിരിയിൽ ഇങ്ങനെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരുമിച്ച് കൂട്ടും. എല്ലാവരും ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ ജിബിരിയിൽ പറയും, മുകളിലേക്ക് ഉയരാം. ഇറങ്ങിയ മലക്കുകൾ അതുപോലെ രാവിലെ സുബഹിക്ക് ശേഷം ഉയരുകയാണ്. ആ രംഗം നമ്മളൊന്ന് ആലോചിക്കും. ഖുർആനോടുകൂടി മലക്കുകൾ മഗ്‌രിബോടുകൂടി ഇറങ്ങി വരുന്നു. ഇവരെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ രാവിലെ സുബഹിയോടുകൂടി ആകാശലോകത്തേക്ക് ജിബിരിലിന്റെ നേതൃത്വത്തിൽ കയറിപ്പോവാണ്. കയറിപ്പോയാലോ നേരെ പോകുകയല്ല, സൂര്യന്റെയും ഒന്നാം ആകാശത്തിന്റെയും ഇടയിലേക്ക് ചെല്ലും ജിബിരിയിൽ. അവിടെ ചെന്നിട്ട് ജിബിരിലിന്റെ വേറെ 2 ചിറകുകളുണ്ട്, പച്ച ചിറകുകൾ. ഈ ചിറകുകൾ ഇങ്ങനെ വിടർത്തി നിർത്തും. എന്നിട്ട് മലക്കുകളോട് പറയും, എല്ലാവരോടും ഇരിക്കും, എല്ലാവരും വരില്ലെന്ന് പറയും. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയത്ത് ഒന്നാം ആകാശത്തിലെ മലക്കുകൾ ചോദിക്കുന്ന, നിങ്ങൾ അവിടെ പോയിട്ട് വരികയാണ്, എന്താ വിശേഷം, നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അപ്പൊ ഇവര് പറയും, ഞങ്ങൾ ഭൂമി പോയിട്ട് വരികയാണ്, ഭൂമിയിൽ ഉമ്മത്ത് മുഹമ്മദിനെ കണ്ടിട്ട് വരികയാണ്. അപ്പൊ ഒന്നാം ആകാശ മലക്കുകൾ ചോദിക്കും, ഉമ്മത്ത് മുഹമ്മദിന്റെ പണി എന്തായിരുന്നു? മറ്റേ പുത്തമ്പള്ളിയിലെ ചെറുവട്ടത മറ്റവിടുത്തെ അബൂബക്കർക്ക് എന്ത് ചെയ്യുന്നു, നാസർ എന്ത് ചെയ്യുന്നു, നബീസ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഓരോരുത്തരെ കുറിച്ചും ചോദിക്കുന്നു. ഓരോരുത്തരെ കുറിച്ചും പേരെടുത്ത് ചോദിക്കും. അപ്പൊ പറയും, അയാൾ പുത്തമ്പള്ളിയിൽ ഇരിക്കേണ്ട ഖുർആൻ ഓതുകയാണ്, ദുആ ചെയ്യാണ്, അല്ലെങ്കിൽ മറ്റൊടത്താണ്. എവിടെയാണോ നമ്മളുള്ളത് നമ്മളെ കുറിച്ച് ഒന്നാം ആകാശത്തെ മലക്കുകളോട് റിപ്പോർട്ട് കൊടുക്കും. ഒന്നാം ആകാശത്ത് ഈ മലക്കുകൾ വട്ടം കൂടി ഇരിക്കും. കുറച്ചു കഴിയുമ്പോൾ അവരും 2ാം ആകാശത്തേക്ക് കയറിപ്പോകും, 3ാം ആകാശത്തേക്ക് കയറിപ്പോകും. 7ാം ആകാശം വരെ എത്തിക്കഴിയുമ്പോൾ ഈ മലക്കുകളുടെ സംസാരം ജന്നത്തുൽ മഅ്വായിലുള്ള മലക്കുകൾ കേൾക്കും. ജന്നത്തുൽ മഅ്വായിലുള്ള മലക്കുകൾ ചോദിക്കും, നിങ്ങൾ എവിടെ പോയിട്ട് വരികയാണ്? ഞങ്ങൾ ഭൂമി സന്ദർശിച്ചു വരികയാണെന്ന് പറഞ്ഞ വിശേഷം പറയും. ജന്നത്തു അദിനിലുള്ള മലക്കുകൾ കേൾക്കും, ജന്നത്തുൽ നഈമിലെ മലക്കുകൾ കേൾക്കും. അങ്ങനെ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന പോകുന്ന സ്ഥലത്തേക്ക് മലക്കുകൾ എത്തും. അവിടെ നിന്നാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ സിദ്റത്തുൽ മുൻതഹ തന്നെ ചോദിക്കും, നിങ്ങൾ എവിടെ പോയി, നിങ്ങൾ എവിടെയായിരുന്നു? സിദ്റത്തുൽ മുൻതഹയോട് പറയും, ഭൂമിയിൽ വന്ന് നമ്മളെ കണ്ട വിശേഷം പറയും. സിദ്റത്തുൽ മുൻതഹയോട് പറയുന്ന വിശേഷം അടുത്ത് കുർസി കേൾക്കും, അർശ് കേൾക്കും. അർശിന് കേൾക്കുന്നതോടെ അർശ് വിറയ്ക്കാൻ തുടങ്ങും. അർശ് വിറയ്ക്കും. കാരണം ഉമ്മത്ത് മുഹമ്മദിന്റെ വിവരം കേൾക്കുമ്പോൾ അർശ് പോലും വിറച്ചു പോകും. അർശ് എന്നുള്ള അല്ലാഹുവിന്റെ സിംഹാസനമാണ്. എന്നിട്ട് അർശ് ചോദിക്കും, എന്താണ് ഈ രാത്രി ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹ് കൊടുത്തത്? എന്ത് കൊടുത്തു? ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹ് പുറത്തു കൊടുത്തിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ പടച്ചതം ഖുർആൻ പറയും, അർശ് പറഞ്ഞത് നേരാണ്, കുർസി പറഞ്ഞത് നേരാണ്, സിദ്റത്തുൽ മുൻതഹ പറഞ്ഞത് നേരാണ്, ജന്നത്തുൽ മഅ്വയും ജന്നത്തുൽ അദ്നും ജന്നത്തുൽ നഈമും പറഞ്ഞത് നേരാണ്, ജിബ്രീൽ പറഞ്ഞതും നേരെ, സർവ്വ മലായികത്തും പറഞ്ഞതും സത്യം. ഇന്നി ഖദ് ഗഫർതു ലഹും, ഉമ്മത്ത് മുഹമ്മദിനെ രാത്രി ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്. എന്റെ കരുണയും എന്റെ കൃപയും ഉമ്മത്ത് മുഹമ്മദ് ഞാൻ നൽകിയിരിക്കുന്നു എന്ന് പറയുമെന്ന് നമ്മെ അറിയിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഈ രാത്രി നടക്കാൻ പോകുന്ന മലക്കുകളുടെ വരവിന്റെയും പോക്കിന്റെയും രീതി. എന്തിനാണ് ഈ മലക്കുകൾ വന്നത്? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് നമുക്ക് തരാൻ പോകുന്നത് രക്ഷയാണ്. രക്ഷയുടെ സന്ദേശവുമായിട്ടാണ് മലക്കുകൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. എന്തെല്ലാം രക്ഷ നമുക്ക് ആവശ്യമുണ്ട്? നമുക്ക് ആവശ്യമുള്ള ജീവിക്കാനുള്ള രക്ഷ. നമുക്ക് ഈ ഭൂമി ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ഫലസ്തീനുകളടക്കം ലോകത്തും സകല പ്രദേശങ്ങളിലും മുസ്ലിമീങ്ങൾക്ക് പ്രതിസന്ധികളുണ്ട്. ജീവിക്കാനുള്ള രക്ഷ, ആരോഗ്യരക്ഷ, രോഗികൾക്ക് ആരോഗ്യരക്ഷ, സാമ്പത്തിക പ്രയാസം അനുഭവപ്പെടുന്നവർക്ക് സാമ്പത്തിക രക്ഷ, വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസ രക്ഷ, കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് കുടുംബത്തിന്റെ രക്ഷ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് മക്കളിലുള്ള രക്ഷ. ഇങ്ങനെ എല്ലാവിധമായ സലാമത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലക്കുകൾ മുഖേന നമ്മളിലേക്ക് എത്തിക്കുന്ന രാത്രിയാണ് ഖദറിന്റെ രാത്രി. അതിനുവേണ്ടിയാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ എത്തിക്കാഫിരിക്കണം. ഈ എത്തിക്കാഫിന്റെ ലക്ഷ്യം അതാണ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം.
എല്ലാം പരിഹരിക്കപ്പെടാൻ പടച്ചാമ്പുരൻ പരിഹരിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫിരുന്നത്. മരണം വരെ ഇഅ്തികാഫിരുന്നു. റസൂലുള്ളാഹി മാത്രമല്ല, അവിടുത്തെ പത്നിമാരും ഇഅ്തികാഫിരുന്നു. ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി മദീന പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ റസൂലിന്റെ പതിവ് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ആയിഷ ബീവിയുടെ ടെന്റ് ഉണ്ട് മദീന പള്ളിയിൽ. ആയിഷ ബീവി ഇഅ്തികാഫിലാണ്. ആയിഷ ബീവിയുടെ ടെന്റിലേക്ക് വരും. കുറച്ചു നേരം റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ കൂടാരത്തിൽ കയറിയിരുന്ന ആയിഷ ബീവിയോട് സംസാരിക്കും. പിന്നെ പുറത്തു വരും, പള്ളിയിൽ തന്നെ ഇരിക്കും. ഒരു വർഷം മദീന പള്ളിയുടെ മുറ്റത്ത് ആയിഷ ബീവി നബിയുടെ അനുവാദം ചോദിച്ച് ടെന്റ് കെട്ടി ഇഅ്തികാഫിരുന്നു. അത് കണ്ടപ്പോൾ ഹഫ്സ ബീവി നബിയോട് ചോദിച്ചു, ആയിഷ ഇരിക്കണ്ടല്ലോ, ഞാനും ഇരുന്നോണ്ടെന്ന് ചോദിച്ചു. ആയിക്കോന്ന് പറഞ്ഞു. ഹഫ്സ ബീവി അടുത്ത് വേറൊരു ടെന്റ് കെട്ടി. ഇത് കണ്ട് സൈനബ ബീവി 3ാമത്തെ ടെന്റ് കെട്ടി മദീന പള്ളിയുടെ മുറ്റത്ത് ഇഅ്തികാഫിരുന്നു. ഇത് കണ്ട റസൂലുള്ളാഹി പറഞ്ഞു, 3 പേരും ടെന്റ് പൊളിക്കണം, മതി ഇഅ്തികാഫ് മതി. നിങ്ങളുടെ ഇഅ്തികാഫ് കണ്ടിട്ട് എനിക്ക് അത്ര സതുദ്ദേശം തോന്നുന്നില്ല. ഇത് നിങ്ങൾ മത്സരിക്കുന്നത് ഒരു ഭർത്താവിന് പല ഭാര്യമാരുണ്ടാകുമ്പോൾ അവരുടെ ഉണ്ടാകുന്ന ഒരു മത്സരമാണ്. നിങ്ങൾ 3 പേരും ഇഅ്തികാഫിരിക്കേണ്ടെന്ന് പറഞ്ഞ് 3 പേരും ടെന്റ് പൊളിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ വർഷം റസൂലുള്ളാഹി പോലും ഇഅ്തികാഫിരുന്നില്ല. ഞായിരിക്കണോണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ പ്രശ്നം. റസൂലുള്ളാഹി പോലും ഇഅ്തികാഫ് ഒഴിവാക്കിയത്. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരിപ്പോൾ ആയിഷ പള്ളിയിലുണ്ട്. അവർ നമ്മളെ പോലെ ഇഅ്തികാഫിനെ ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരും അവിടെ കഴിഞ്ഞു വിടുകയാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യം അല്ലാഹുവിന്റെ സ്വർഗം കിട്ടണമെന്നുള്ളതാണ്, മഗ്ഫിറത്ത് വേണം. ആയിഷ ബീവി റസൂലിനോട് ചോദിക്കുന്നു, നബിയെ, എന്നാണ് ലൈലത്തുൽ ഖദ്ർ ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്തു പറയണം? ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇന്ന് നമ്മൾ പറയേണ്ട ഏറ്റവും കൂടുതൽ പറയേണ്ട പ്രാർത്ഥന ഇതാണ്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഇന്നക അഫൂൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യാൻ നിനക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് തരണേ. എന്താണ് മാപ്പ്? മഗ്ഫിറത്ത് തരാനല്ല പറയുന്നത്, മാപ്പ് തരാനാണ് പറയുന്നത്. മഗ്ഫിറത്തും അഫ്വും തമ്മിൽ വ്യത്യാസമുണ്ട്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റ് പുറത്തു തരില്ല. അഫ്വ് എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റ് പുറത്താ മാത്രം പോരാ, അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നാകണം, ഡിലീറ്റ് ചെയ്യണം. വ്യക്തിയാ പോരാ, അത് മായ്ച്ച് ഡിലീറ്റ് ചെയ്യണം. അതാണ് അഫ്വ്. അങ്ങനെ സംശുദ്ധരായി പടച്ച തമ്പുരാന്റെ മുന്നിൽ നമ്മെ സ്വീകരിക്കപ്പെടണമെന്നാണ് ഈ രാത്രിയിൽ നമ്മൾ അല്ലാഹുവിനോട് പറയേണ്ടത്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളൊക്കെ ധാരാളം തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് തെറ്റിയാതെ ജീവിക്കാൻ കഴിയില്ല. മനുഷ്യർ തെറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖുദ്സിയ ഹദീസിലുണ്ടല്ലോ, നിങ്ങൾ തെറ്റ് ചെയ്യാത്തവരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ നശിപ്പിച്ചിട്ട് തെറ്റ് ചെയ്യുന്നൊരു സമൂഹത്തെ സൃഷ്ടിക്കുമായിരുന്നു. തെറ്റ് ചെയ്യുകയും എന്നോട് തൗബ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് തെറ്റ് മനുഷ്യ സഹജമായി സംഭവിക്കാം. നമ്മൾ മലക്കുകളൊന്നുമല്ലല്ലോ. മലക്കുകളാണെങ്കിൽ അവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം അല്ലാഹു പടച്ചത് അങ്ങനെയാണ്. എന്നിട്ട് മലക്കുകള് ഒരു ഘട്ടത്തിൽ മലക്കുകളെ പടച്ചവനോട് പറയുന്നുണ്ട്, അല്ലാഹുവേ, നീ മനുഷ്യർക്ക് സ്വർഗം കൊടുക്കും, ഞങ്ങൾക്ക് സ്വർഗമില്ല. സ്വർഗം നമുക്കേ ഉള്ളൂ. മനുഷ്യർക്കും ജിന്നുകൾക്കുമാണ് സ്വർഗമുള്ളത്, മനുഷ്യർക്കും ജിന്നുകൾക്കുമാണ് നരകവുമുള്ളത്. ഒരിക്കൽ മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞങ്ങൾക്ക് ഇനി സ്വർഗം തരുന്നില്ലല്ലോ, മനുഷ്യർക്ക് കൊടുക്കണമല്ലോ. മനുഷ്യരാണെങ്കിൽ പ്രശ്നക്കാരാണ്, ഞങ്ങൾ നിന്നോട് എതിര് ചെയ്യാത്തവരാണ്, ഈ പറയുന്ന അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ, നിങ്ങൾക്കും സ്വർഗം തരാം, പക്ഷേ നിങ്ങളുടെ സൃഷ്ടിപ്പിനെ ഞാൻ മാറ്റും. തെറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രകൃതത്തിൽ നിങ്ങളെ സൃഷ്ടിക്കും. നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം തരും, തിന്മ ചെയ്താൽ നരകവും തരും. എന്തുവേണമെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാ മലക്കളും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേണ്ട, നരകം കിട്ടുമെങ്കിൽ ഞങ്ങള് ഈ കോലത്തിൽ മതി, ഞങ്ങളെ പ്രകൃതം മാറ്റണ്ടെന്നില്ല. പക്ഷെ 2 മലക്കുകളുണ്ട്, അവരുടെ പേര് ഹാറൂത്ത് മാറൂത്ത് എന്ന ഖുർആനിലുണ്ട്. ഹാറൂത്ത് മാറൂത്ത് എന്ന് ഖുർആനിലുണ്ടാവും. എന്താ ഹാറൂത്ത് മാറൂത്ത്? 2 മലക്കുകളുടെ പേരാണ്. ഇവര് പറഞ്ഞു, പടച്ചോനെ, ഞങ്ങളെ നീ മനുഷ്യനെ പോലെ സൃഷ്ടിച്ചാൽ മതി, തെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രകൃതത്തെ സൃഷ്ടിച്ചാൽ മതി, ഞങ്ങൾ നന്മ ചെയ്ത് സ്വർഗത്തിലെത്തിക്കോളാം. അല്ലാഹു തആല പറഞ്ഞു, ശരി, എന്നാൽ നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കോളി, നിങ്ങളുടെ പ്രകൃതം തെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആക്കിയിരിക്കുന്നു. 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ശിർക്ക് ചെയ്യരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കൊല ചെയ്യരുത്, ഭൂമി പോകണം. ഹാറൂത്ത് മാറൂത്തും ഭൂമിയിലേക്ക് പോകും. മനുഷ്യ പ്രകൃതമാണ്, തെറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രകൃതത്തിൽ. അവരുടെ മുന്നിൽ ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ പെണ്ണ് സൗന്ദര്യവതിയായ പെണ്ണിൽ ആകൃഷ്ടയായി ആദ്യം അവർ ചെയ്തത് സിനയാണ്. പിന്നീട് ചെയ്തത് അവളുടെ വിഗ്രഹത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യലാണ്.
മൂന്നാമത് ചെയ്തത് അവളുടെ ഭർത്താവിനെ കൊന്നുകളയുന്നത്, പിന്നീട് മദ്യപിക്കുകയാണ്. ഈ 4 തിന്മകളും ചെയ്യരുതെന്ന് പറഞ്ഞു. 4 തിന്മകളും ഈ ഹാറൂത്തും മാറൂത്തും ചെയ്തു. അല്ലാഹു തആല അവരെ കോലം മറിച്ചു, അവർക്ക് ശിക്ഷ കൊടുത്തു. ആ ശിക്ഷയാണ് ഇന്നും ബാബിലോണിയ എന്ന് പറയുന്ന ഇറാഖിന്റെ പ്രദേശത്ത് ഈ ഹാറൂത്തിനെയും മാറൂത്തിനും അല്ലാഹു തആല കോലം മറിച്ച് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ കാണാൻ കഴിയും, ഇന്നും കാണാൻ കഴിയും ഹാറൂത്തും മാറൂത്തും. അതുകൊണ്ട് നമ്മൾ തെറ്റിയുന്ന ആൾക്കാരാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എത്ര തെറ്റിയതാലും വിഷമിക്കണ്ട. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ ഏറ്റവും നിരാശനായ ഒരു സമയം ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ്. ഖുൽ, നബി അവരോട് പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചവരെ, തെറ്റുകുറ്റങ്ങൾ ചെയ്തവരെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആരും നിരാശരാകണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപവും അടച്ചു പൊറുക്കും. അതുകൊണ്ട് നമുക്കും നമ്മൾ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബിനോട് നമ്മൾ പറഞ്ഞാൽ ഓർക്കാത്തതൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രധാനമായും ചെയ്യാറുള്ളത് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് പടച്ച തമ്പുരാനോട് പറയുക. അല്ലാഹു സംഭവിച്ചു പോയി, അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട്, നീ പുറത്തു തരണമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മൾ അടുക്കാനും ആ സ്വർഗം നേടിയെടുക്കാനും വേണ്ടിയാണ് ഖദറിന്റെ രാത്രി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ മാപ്പാക്കി തരുകയും ഖദറിന്റെ പുണ്യം തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ഈ നരകമോചനത്തിന്റെ പത്തിൽ അവന്റെ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.